ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി അലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. നമ്മൾ മങ്കൂസ് മൗലിദിന്റെ തുടക്കം രണ്ട് ഭാഗമായി നമ്മൾ എടുത്തു വെച്ചു. ഇനി മൂന്നാമത്തെ ഭാഗത്തേക്ക് നാം കടക്കുകയാണ്. ഖാലല്ലാഹു അസ്സ വജല്ല ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. وروي عن النبي صلى الله عليه وسلم أنه قال كنت نورا بين يدي الله عز وجل قبل أن يخلق آدم عليه السلام ب1000 عام يسبح الله ذلك النور وتسبح الملائكة بتسبيحه فلما خلق الله تعالى آدم عليه السلام ألقى ذلك النور في طينته فأهبطني الله في صلب آدم عليه السلام إلى الأرض وجعلني في السفينة في صلب نوح عليه السلام وجعلني في صلب الخليل إبراهيم عليه السلام حين قذف به في النار ولم يزل ينقلني ربي من الأصلاب الكريمة الفاخرة إلى الأرحام الزكية الطاهرة حتى أخرجني الله من بين أبوي ولم يلتقيا على سفاه قط صلى الله على سيدنا محمد صلى الله عليه وسلم. നമ്മൾ ബാക്കി ഭാഗം തുടരുകയാണ്. ഖാലല്ലാഹു അസ്സ വജൽ, പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞു. അല്ലാഹു ഖുർആനിൽ പറഞ്ഞു. അപ്പൊ ഖുർആനിൽ പറഞ്ഞതും ഹദീസിൽ പറഞ്ഞതും അവിടുത്തെ ചരിത്രങ്ങളും എല്ലാം ഉൾക്കൊള്ളിച്ചതാണ് മങ്കൂസ് മൗലിദ് എന്ന് ചെറിയ രൂപത്തിൽ ഞാൻ സൂചിപ്പിക്കുകയാണ്. തൗബ സൂറത്തിലെ അവസാനത്തെ ആയത്താണ്, രണ്ട് ആയത്തിൽപ്പെട്ട ഒരായത്താണ് ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. എൻ്റെ ബാക്കിയും പാടുണ്ട്. ഫഇൻ തവല്ലൗ ഫഖുൽ ഹസ്ബിയല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അലീം. വലിയ ബറക്കത്തുള്ള ഒരു ആയത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അള്ളാഹുവിൻ്റെ വിശേഷണം കൊടുത്തൊരായത്താണത്. അള്ളാഹുവിൻ്റെ വിശേഷണം അള്ളാഹു കൊടുത്തതാണ്, നമ്മൾ കൊടുത്തതല്ല. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ആ റഹീം എന്ന വിശേഷണം ഇതിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. റഊഫ് എന്ന അള്ളാഹുവിൻ്റെ വിശേഷണം, റഹീം എന്ന അള്ളാഹുവിൻ്റെ വലിയ കാരുണ്യത്തിൻ്റെ ദയാലുവാണെന്ന് സൂചിപ്പിക്കുന്ന വിശേഷണം അള്ളാഹു മുത്തുനബിക്ക് ചാർത്തിക്കൊടുത്തൊരായത്ത് കൂടെയാണത്. ഞാൻ സുദീർഘമായി വിശദമായി പറയുന്നില്ല. ഈ ആയത്ത്, ഈ രണ്ടായത്ത് ഒരാൾ ദിവസവും ചൊല്ലിയാൽ അന്നവൻ മരണപ്പെടുകയില്ല എന്ന് കിതാബുകളിൽ കാണാൻ കഴിയും. ധാരാളം മഹാന്മാരത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഏത്? തൗബ സൂറത്തിലെ അവസാനത്തെ രണ്ടായത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ ഇത് ധാരാളം ചൊല്ലുകയാണെങ്കിൽ സ്വപ്നത്തിൽ കാണാൻ കഴിയും എന്ന് ഒരു ചരിത്രത്തിൽ തന്നെ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഒരാൾ ഹജ്ജിന് പോയി, ആ ഹജ്ജിന് പോയ സമയത്ത് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ മകനും ഹജ്ജിന് പോയപ്പോൾ അദ്ദേഹം വഴിയിൽ വെച്ച് മരണപ്പെടുകയും അദ്ദേഹത്തിൻ്റെ മുഖം ഒരു വികൃതമാവുകയും ചെയ്ത സംഭവം നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. എന്നിട്ട് ആകെ വിഷമിച്ച് ബേജാറായി നിൽക്കുന്ന സമയത്ത് സുന്ദരനായ ഒരാൾ ഉപ്പ കിടക്കുന്ന ആ ഉപ്പാന്റെ മയ്യത്തിൻ്റെ അടുക്കലേക്ക് വരികയും ആ മുഖം ഒന്ന് തടവി കൊടുക്കുകയും ചെയ്തപ്പോൾ വളരെ സുന്ദരമായ മുഖമായി മാറിയതായിട്ട് ചരിത്രത്തിൽ രേഖപ്പെടുത്തി കാണാൻ കഴിയും. ഇതിന് കാരണം ഇദ്ദേഹം നിസ്കാരശേഷം ലഖദ് ജാഅകും, ഞാൻ ഈ ഓതിയ ആയത്തുകൾ നിസ്കാരശേഷം പതിവാക്കി ഓതുന്ന ആളായിരുന്നു. അപ്പം അങ്ങനെ ചരിത്രത്തിൽ നമുക്ക് ധാരാളമായി കാണാൻ കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹ് ധാരാളമായി അതിൽ ഉൾക്കൊണ്ട ആയത്താണത്. ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും, നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു നബി നിങ്ങൾക്ക് വന്നിരിക്കുന്നു. നിങ്ങളുടെ കൂട്ടത്തിൽ പറഞ്ഞാൽ മനുഷ്യന്റെ ആ ഒരു അവസ്ഥയിലുള്ള നബി നിങ്ങൾക്ക് വന്നിരിക്കുന്നു. അസീസുൻ അലൈഹി മാ അനിത്തും, നമ്മൾ വിഷമിക്കുന്നത്, നമ്മൾ പ്രയാസപ്പെടുന്നത് ആ നബിക്ക് വല്ലാത്ത സങ്കടമാകും.
നബിക്ക് ആ വിഷയത്തിൽ അഥവാ ഉമ്മത്ത് സങ്കടപ്പെടുന്നത്, ഉമ്മത്ത് വിഷമിക്കുന്നത് ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വല്ലാത്ത വിഷമമുണ്ടാകും. ഹരീസുൻ അലൈക്കും, ഉമ്മത്തിന്റെ പേരിൽ, നിങ്ങളുടെ പേരിൽ വല്ലാത്ത താല്പര്യമുള്ള നബിയാണ്, വല്ലാത്ത ആഗ്രഹം. മുത്തുനബിക്ക് ഉമ്മത്തിനെ എന്ന് പറഞ്ഞാൽ അത്ര അധികം, വളരെ വളരെ അധികം. ചരിത്രത്തിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഞാൻ ആ വിഷയത്തിലേക്ക് വരുന്നില്ല. ബിൽ മുഅ്മിനീന റഊഫുർ റഹീം, മുഅ്മിനീങ്ങൾക്ക് ദയാലുവാണ്, കാരുണ്യം ചെയ്യുന്നവനാണ്, കിർഫ ചെയ്യുന്നവരാണ് മുത്തുനബി. മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് റഊഫാണ്, റഹീമാണ്, കിർഫ ചെയ്യുന്നവരാണ്, കാരുണ്യം ചെയ്യുന്നവരാണ്, ദയാലുവാണ്. മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ, ലോകർക്ക് മുഴുവനും കാരുണ്യമാണല്ലോ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള്. ലോകർക്ക് മുഴുവനും റഹ്മത്താണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. ആ ചരിത്രം പറയുകയാണെങ്കിൽ തീരൂല. ഇൻഷാ അല്ലാഹ് നമുക്ക് സൗകര്യം പോലെ, സന്ദർഭം പോലെ വീണ്ടും നമ്മുടെ ചാനലിലൂടെ നമുക്ക് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് പഠിക്കാം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. വറുവിയാനിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്നഹു ഖാൽ കുൻതു നൂറൻ ബൈന യദയില്ലാഹി അസ്സ വജൽ, ഞാൻ അള്ളാഹുവിന്റെ അടുക്കൽ പ്രകാശമായിരുന്നു. നമ്മൾ നേരത്തെ അത് സൂചിപ്പിച്ചിട്ടുണ്ട്. അള്ളാഹുവിന്റെ അടുക്കല് ആദം നബി അലൈഹിസ്സലാമിനെയും ലോകത്തെയും സൃഷ്ടിക്കുന്നതിന്റെ മുമ്പ്, ഖബ്ല ഖൽഖിൽ ആലം, ആലമിനെ സൃഷ്ടിക്കുന്നതിന്റെ മുമ്പ് നമ്മൾ നേരത്തെ പറഞ്ഞു. അപ്പൊ ലോകത്തെ സൃഷ്ടിക്കുന്നതിന്റെ മുമ്പ് അള്ളാഹുവിന്റെ മുന്നിലായിരുന്നു, അള്ളാഹുവിന്റെ അടുക്കലായിരുന്നു ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രകാശം, അവിടുത്തെ നൂറ്. ബി അൽഫൈ ആം ഖബ്ല ഖൽഖിൽ ആലം ബി അൽഫൈ ആം, 2000 വർഷങ്ങൾക്ക് മുമ്പ്. 2000 വർഷം ഒരു പ്രയോഗമാണത്. ധാരാളം അഭിപ്രായങ്ങളുണ്ട്. അപ്പൊ അഥവാ ലോകം സൃഷ്ടിക്കുന്നതിന്റെ മുമ്പ് അള്ളാഹുവിന്റെ അടുക്കല് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യുസബ്ബിഹുല്ലാഹ ദാലികൻ നൂറു വതുസബ്ബിഹുൽ മലായികതു ബിതസ്ബീഹി, അള്ളാഹുവിന്റെ അടുക്കല് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നൂറാനിയത്ത് തസ്ബീഹ് ചൊല്ലിക്കൊണ്ടുള്ള അവസ്ഥയിലായിരുന്നു. മലക്കുകളും ആ തസ്ബീഹ് കേട്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലുന്ന തസ്ബീഹ് കേട്ട് മലക്കുകളും ചൊല്ലുമായിരുന്നു. ഫലമ്മാ ഖലഖല്ലാഹു തആല ആദം നബി അലൈഹിസ്സലാമിനെ സൃഷ്ടിച്ചപ്പോ, ചരിത്രം അങ്ങനെ ദീർഘമായിട്ട് പറയുന്നില്ല, ഇങ്ങനെ പിന്നീട് കുറച്ച് നമ്മൾ പറയുകയാണ്. ഫലമ്മാ ഖലഖല്ലാഹു തആല ആദം നബി അലൈഹിസ്സലാമിനെ അള്ളാഹു സൃഷ്ടിച്ചപ്പോ, അൽഖാ ദാലികൻ നൂറ ഫീ തീനതി, ആദം നബി അലൈഹിസ്സലാമിനെ സൃഷ്ടിക്കുന്ന കളിമണ്ണിലെ ആ പ്രകാശത്തെ അള്ളാഹു നിക്ഷേപിച്ചു. ഫഅഹ്ബതനി അല്ലാഹു ഫീ സുൽബി ആദം അലൈഹിസ്സലാം ഇലൽ അർള്, ആദം നബി അലൈഹിസ്സലാം ഭൂമിയിലേക്ക് ഇറങ്ങുന്ന സമയത്ത് ആദം നബി അലൈഹിസ്സലാമിന്റെ മുതുകില് ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നൂറുണ്ടായിരുന്നു. ആദം നബി അലൈഹിസ്സലാമിനെ സൃഷ്ടിച്ചു. ആ സൃഷ്ടിക്കുമ്പോ ആ കളിമണ്ണിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നൂറാനിയത്ത് അതില് ചേർത്തു കൊടുത്തു എന്ന് നമ്മൾ പറഞ്ഞു. പിന്നെ ബാക്കിയൊന്നും പറയുന്നില്ല, പിന്നെ അവിടുത്തെ സംഭവങ്ങളൊന്നും പറയാം, നമുക്കൊക്കെ അറിയണതാണ്. അതുകൊണ്ട് തന്നെ ആദം നബി അലൈഹിസ്സലാമിനെ സൃഷ്ടിക്കുമ്പോ കളിമണ്ണില് സൃഷ്ടിച്ച സമയത്ത്, കളിമണ്ണ് കൊണ്ട് ആദം നബി അലൈഹിസ്സലാമിനെ സൃഷ്ടിക്കുമ്പോ ആ കളിമണ്ണിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നൂറിനെ ചേർത്തിരുന്നു. പിന്നീട് ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായി. ആദം നബി അലൈഹി ഇസ്ലാമിനെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടി ഇബ്ലീസ് കളിച്ചു. ഈ സംഭവങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാം. നമ്മൾ ബാക്കി പറഞ്ഞെന്താ വെച്ച് കഴിഞ്ഞാല്, ഫഅഹ്ബതനി അല്ലാഹു ഫീ സുൽബി ആദം അലൈഹിസ്സലാം ഇലൽ അർള്, ഭൂമിയിലേക്ക്, ഇലൽ അർള് പറഞ്ഞ ഭൂമിയിലേക്ക്, ഫഅഹ്ബതനി അല്ലാഹു ഇറക്കി ഫീ സുൽബി ആദം അലൈഹിസ്സലാം, ആദം നബി അലൈഹിസ്സലാമിന്റെ മുതുകിലായ സ്ഥിതിയിൽ, ഇലൽ അർള്, ആദം നബി അലൈഹിസ്സലാമിനെ ഭൂമിയിലേക്ക് ഇറക്കിയത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അവിടുത്തെ മുതുകിലുണ്ടായിരുന്നു. അപ്പോ ഈ പുരുഷന്മാരുടെ ബീജം അഥവാ നൂറാനിയ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് പറയുമ്പോൾ നൂറാനിയത്ത് അത് അവരുടെ മക്കളുടെ ആദം നബി അലൈഹിസ്സലാമിന്റെ മക്കളുടെ മുതുകിലൂടെ ഇങ്ങനെ പോന്നിരുന്നു. ഒരാളുടെ മുതുകിൽ നിന്ന് മറ്റൊരാളുടെ ഗർഭപാത്രത്തിലേക്ക്, ഒരു സ്ത്രീയുടെ ഗർഭപാത്രത്തിലേക്ക് ആൺകുട്ടി ജനിക്കുകയാണെങ്കിൽ ആ ആൺകുട്ടിയുടെ മുതുകിലുള്ള ആ ബീജം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ചിടത്തോളം നൂറാനിയത്താകുന്ന പ്രകാശം അവരുടെ ഭാര്യയുടെ ഗർഭപാത്രത്തിലേക്ക്, അങ്ങനെ ഓരോരുത്തർ ഉമ്മാരെ ഗർഭപാത്രത്തിലേക്ക് ഇങ്ങനെ നിക്ഷേപിച്ച്, അതാണ് സംഭവം പറയുന്നത്. വജഅലനീ ഫിസ്സഫീനതി ഫീ സുൽബി നൂഹ്, വജഅലനീ, എന്നെ
എൻ്റെ ആ നൂറിനെ ആക്കി ഫിസ്സഫീനത്തി ഫീ സുൽബി നൂഹ് അലൈഹിസ്സലാം, നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം കപ്പലിലായിരിക്കുന്ന സമയത്ത് ഞാനും ആ കൂടെ ഉണ്ടായിരുന്നു. അതാണ് വജഅലനി ഫീ സുൽബിൽ ഖലീൽ ഇബ്രാഹിം അലൈഹിസ്സലാം. ഇതൊരു ഖുദ്സിയായ ഹദീസ് റിപ്പോർട്ട് ചെയ്യാണ്. അതുകൊണ്ടാണ് വജഅലനി, എന്നെ, എൻ്റെ നൂറിനെ ആക്കി, പ്രകാശത്തെ ആക്കി എന്നൊരർത്ഥം പറയുന്നത്. നമ്മൾ ആദ്യം ഇതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഫസ്റ്റ് പറഞ്ഞ ഭാഗങ്ങളിൽ. വജഅലനി ഫീ സുൽബിൽ ഖലീൽ ഇബ്രാഹിം അലൈഹിസ്സലാം, ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ ആ മുതുകിലും ഞാൻ ഉണ്ടായിരുന്നു. ഹീന ഖുദിഫ ബിഹി ഫിന്നാർ, അദ്ദേഹത്തെ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ തീ കുണ്ടാരത്തിൽ വലിച്ചെറിയപ്പെട്ടപ്പോൾ വലം യസൽ യൻഖുലുനി റബ്ബി മിനൽ അസ്ലാബിൽ കരീമത്തിൽ ഫാഖിറ ഇലൽ അർഹാമി സക്കിയത്തി താഹിറ വലം യസൽ യൻഖുലുനി റബ്ബി മിനൽ അസ്ലാബിൽ കരീമത്തിൽ ഫാഖിറ. വളരെ മാന്യമായ അഭിമാനമുള്ള ആ തറവാടിത്തമുള്ളവരുടെ ആ മുതുകിലൂടെ, പിതാക്കന്മാരുടെ മുതുകിലൂടെയായിരുന്നു ഞാനിങ്ങനെ വന്നിരുന്നത്. ഇലൽ അർഹാമി സക്കിയത്തി താഹിറ, പവിത്രവും പരിശുദ്ധമായ ഗർഭപാത്രങ്ങളിലേക്ക് അവരിങ്ങനെ നിക്ഷേപിച്ച് ഞാനിങ്ങനെ വന്നു. എന്നിട്ടോ ഹത്താ അഖ്റജനിയല്ലാഹു മിൻ ബൈനി അബവയ്യ, എൻ്റെ മാതാപിതാക്കളിലൂടെ ഞാൻ ഭൂമി ലോകത്തേക്ക് വന്നു. വലം യൽതഖിയാ അലാ സിഫാഹിൻ ഖത്ത്, എൻ്റെ മാതാപിതാക്കളുടെ ഇടയിലോ എൻ്റെ പൂർവീക പിതാക്കന്മാരുടെ ഇടയിലോ യാതൊരു വിധത്തിലുള്ള തെറ്റുകളും സംഭവിച്ചിട്ടില്ല. വൈവാഹിക ജീവിതത്തിലൂടെയാണ് അവരൊക്കെ കടന്നു വന്നത്. നിയമപരമായി വിവാഹം കഴിച്ചുകൊണ്ട് അങ്ങനെയാണ് അവരൊക്കെ ജീവിച്ചു വന്നത്. അങ്ങനെ വളരെ സുന്ദരമായ, പവിത്രമായ, മാന്യമായ, അഭിമാനമുള്ള തറവാട്ടിലൂടെയാണ് ഞാൻ ജനിച്ച് ഈ ഭൂമി ലോകത്തേക്ക് എത്തിയതെന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന ഒരു ഹദീസാണ് അവസാനം ഉള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് വളരെ മോശമായി, അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇങ്ങനെ പറയാൻ എന്താ കാരണം? അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് വളരെ മോശമായിട്ടാണ് മുജാഹിദുകൾ പറയുന്നത്. ജമാഅത്തെ ഇസ്ലാമിയും അങ്ങനെയാ പറയുന്നത്, തബ്ലീഗുകാരും അങ്ങനെയാ പറയുന്നത്. ബാക്കിയുള്ളവരെ പിന്നെ പറയേണ്ടതില്ലല്ലോ. യുക്തിവാദികളും ലിബറൽ വാദികളും എക്സ് മുസ്ലിമീങ്ങളും അവരൊക്കെ എന്താണ് അവരുടെ അവസ്ഥ? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് വളരെ മോശമായിട്ടാണ് പറയുന്നത്. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ പറഞ്ഞു, ഞാൻ വന്നത് ഒരു തെറ്റും ചെയ്യാതെ നല്ല പവിത്രമായ, പരിശുദ്ധമായ, പരിഭാവനമായ മുതുകിലൂടെയും ഗർഭപാത്രത്തിലൂടെയുമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിതാക്കളുടെയും മാതാക്കളുടെയും പരമ്പര പവിത്രമായിരുന്നു, പരിശുദ്ധമാണ് എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറയുന്നതാണ്. നാം ഇപ്പോൾ മുത്തുനബിയുടെ ഹദീസാണ് ഓതിയത്. വറുവിയ അനിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തൊട്ട് റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. നോക്ക് നിങ്ങൾ, മുജാഹിദ് പറയുന്നു നബിന്റെ ഉമ്മ ഇസ്ലാമിന്ന് പുറത്താണ്. ജമാഅത്തെ ഇസ്ലാം പറയുന്നു നബിന്റെ ഉമ്മയും ഉപ്പയൊക്കെ ഇസ്ലാമിന്ന് പുറത്താണ്. മുജാഹിദും പറയുന്നു, തബ്ലീഗും അങ്ങനെ വാദിക്കുന്നു. അള്ളാഹു അവരെ തൊട്ട് നമ്മളൊക്കെ കാക്കട്ടെ, കാത്തു രക്ഷിക്കട്ടെ. അത്തരം ചിന്താഗതിയിലോ വാദഗതിയിലോ പോകാനോ പെട്ടുപോവാനോ അവരുമായി ബന്ധം സ്ഥാപിക്കാനോ നമുക്ക് നിർവാഹമില്ല. ഒരിക്കലും അത്തരക്കാരോട് മനസ്സിലൊരു ചെറിയ കണിക പോലും സ്നേഹം ഉണ്ടാവാൻ പാടില്ല. കാരണം മുത്ത് നബിന്റെ ഉമ്മാനെയും ഉപ്പാനെയും കുറിച്ചിട്ട് മോശമായി പറഞ്ഞു. നബിനെ കുറിച്ചിട്ട് തന്നെ അവർ പറഞ്ഞിട്ടുണ്ട്, നബി ദിവസവും 100 തെറ്റ് ചെയ്യുന്നവരാണ് എന്നൊക്കെ. അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ പച്ചക്കുബ പൊളിക്കണം എന്ന് വരെ അവർ പറഞ്ഞവരാണ്. അതൊക്കെ തെളിവുണ്ട്, ഞാൻ അതൊന്നും ഇപ്പോൾ ഇതിൽ കൊണ്ടുവരുന്നില്ല. ആവശ്യം വരികയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് അതൊക്കെ കൊണ്ടുവരും. അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മയും ഉപ്പയും ആമിന ബീവി റളിയല്ലാഹു അൻഹാ, അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു, ഉപ്പയും ഉമ്മയും അത് മുസ്ലിമീങ്ങൾ തന്നെയാണ്. അതിലെന്താ സംശയം? ആർക്കാ സംശയമുള്ളത്? വഹാബികൾക്ക് മൗദൂദ്, വഹാബി പറഞ്ഞാൽ മുജാഹിദിന്റെ മറ്റൊരു പേര്, മൗദൂദി പറഞ്ഞാൽ ജമാഅത്തെ ഇസ്ലാമിയുടെ മറ്റൊരു പേര്, അങ്ങനെയാണല്ലോ അറിയപ്പെടുക. അവര് ചിലപ്പോൾ അങ്ങനെയൊക്കെ പറയും. അവരുടെ കുതന്ത്രങ്ങളിൽ, അവരുടെ ഷെറുകളിൽ ആരും പെട്ടുപോകരുത് ഇൻഷാ അല്ലാഹ്. ഇനി നമ്മൾ പിന്നെ 3 സ്വലാത്ത് ചൊല്ലും. അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ 3 സ്വലാത്ത് ചൊല്ലും. സല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ചിലയിടത്ത് സയ്യിദനെ കൂട്ടാറില്ല, പക്ഷെ സയ്യിദനെ കൂട്ടണം. നമ്മുടെ നേതാവാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ന് പറയാൻ നമുക്ക് എന്തെങ്കിലും ഒരു മടി? ഉറക്കെ പറയണം, സയ്യിദിന, എൻ്റെ യജമാനനാണ്, എൻ്റെ നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ സയ്യിദിന എന്ന് കൂട്ടിയിട്ടായിരിക്കണം നമ്മുടെ സലാത്ത്
എപ്പോൾ സലാത്തിലുമ്പോഴും, നിസ്കാരത്തിലെ സലാത്തിലുമ്പോഴും, എവിടെ സലാത്തിലുമ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിന്റെ മുമ്പ് സയ്യിദീന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ.